നമസ്കാരം. SCERT 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം. വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫലകത്തിലൊരു കവിത കൊടുത്തിട്ടുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കുമാരനാശാൻ്റെ ഒരു ഉത്ബോധനം എന്ന കവിതയിൽ നിന്നുള്ള വരികൾ രേഖപ്പെടുത്തിയ ഫലകമാണ് ചിത്രത്തിൽ കാണുന്നത്. മനുഷ്യജീവിതത്തിൽ സ്വാതന്ത്ര്യത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഈ വരികൾ ഓർമ്മപ്പെടുത്തുന്നു. നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. എല്ലായിടത്തും എല്ലാവർക്കും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു. പല നാട്ടിലും സാധാരണക്കാർക്ക് നാം ഇന്ന് അനുഭവിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നില്ല. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനതയ്ക്ക് അത് നേടിയെടുക്കാൻ സമരമാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വന്നു. ചിലർ സഹന സമരത്തിൻ്റെ മാർഗം തിരഞ്ഞെടുത്തപ്പോൾ മറ്റു ചിലർ സായുധ സമരത്തിൻ്റെ പാത സ്വീകരിച്ചു. സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലവിലിരുന്ന വ്യവസ്ഥിതിയെ മാറ്റി പുതിയ ഒന്നിനെ സ്ഥാപിക്കാനാണ് ഈ സമരങ്ങൾ ഓരോന്നും ശ്രമിച്ചത്. അതുകൊണ്ട് അവ വിപ്ലവങ്ങൾ എന്നറിയപ്പെട്ടു. ആദ്യകാല വിപ്ലവങ്ങൾക്ക് പ്രേരകമായ പ്രധാന ഘടകം നവോത്ഥാനമാണ്. നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവ ഏതൊക്കെയാണ്? മാനവികത, ശാസ്ത്രബോധം എന്നിവ വളർത്താൻ നവോത്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യുക്തിരഹിതമായ വിശ്വാസങ്ങളെയും സമ്പ്രദായങ്ങളെയും ചോദ്യം ചെയ്യാൻ നവോത്ഥാനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഈ പുതിയ കാഴ്ചപ്പാടുകൾ മനുഷ്യനെ പ്രേരിപ്പിച്ചു. നവോത്ഥാനത്തിൻ്റെ ഫലമായി ശാസ്ത്രരംഗത്തുണ്ടായ പുരോഗതി 18ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജ്ഞാനോദയത്തിന് രൂപം നൽകി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത തുടങ്ങിയ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ചു. അന്ന് നിലവിലുണ്ടായിരുന്ന ഏകാധിപത്യ വ്യവസ്ഥകളെ എതിർക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് ഇത് പ്രചോദനം നൽകി. ഈ എതിർപ്പുകൾ പല നാടുകളിലും ജനകീയ വിപ്ലവമായി വികസിച്ചു. അത്തരം ചില വിപ്ലവങ്ങളെയും അവയുടെ ഫലങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യം ജ്ഞാനോദയം. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങളാണ് ജ്ഞാനോദയം എന്ന ബൗദ്ധികവും സാംസ്കാരികവുമായ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. യുക്തിചിന്തയ്ക്ക് പ്രാധാന്യം നൽകിയ ജ്ഞാനോദയ ചിന്തകർ സമൂഹം നിരന്തരം പുരോഗതിയിലേക്ക് വളരുകയാണെന്ന് അഭിപ്രായപ്പെട്ടു. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിൻ്റെ മുദ്രാവാക്യം. 18ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ വടക്കേ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത്. ജെയിംസ് ഓട്ടിസ് രൂപം നൽകിയതാണ് ഈ മുദ്രാവാക്യം. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം നൽകിയത് ജെയിംസ് ഓട്ടിസ് ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുദ്രാവാക്യമാണ്. ജെയിംസ് ഓട്ടിസ്, പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ശക്തമായ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായാണ് അമേരിക്കൻ ജനത ഈ മുദ്രാവാക്യം ഉയർത്തിയത്. അതിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം. 16ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു കുടിയേറ്റത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിച്ചു. ആ കോളനികളാണ് ഇവ. വടക്കേ അമേരിക്കയിൽ സ്ഥാപിച്ചിട്ടുള്ള 13 കോളനികളാണ് ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മേരിലാൻഡ്, വെർജീനിയ, ഡെലാവയർ, ന്യൂജേഴ്സി, പെൻസിൽവാനിയ, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ്, മസാച്യുസെറ്റ്സ്, ന്യൂ ഹാംപ്ഷയർ, ന്യൂയോർക്ക് എന്നിവ. അപ്പോൾ ഈ 13 കോളനികൾ 18ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ടാണ് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ ഈ 13 കോളനികൾ സ്ഥാപിച്ചത്. അപ്പോൾ കോളനികൾ ഇതൊക്കെയാണ്: ജോർജിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, മേരിലാൻഡ്, വെർജീനിയ, ഡെലാവയർ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, റോഡ് ഐലൻഡ്, മസാച്യുസെറ്റ്സ്, ന്യൂ ഹാംപ്ഷയർ, ന്യൂയോർക്ക്, പെൻസിൽവാനിയ എന്നിവ. അപ്പോൾ അമേരിക്കയിലെ കുടിയേറ്റം. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് കരുതിയാണ് അവരെ അങ്ങനെ വിളിച്ചത്. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ നേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ഓടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്യർ കവർന്നു. അപ്പോൾ അമേരിക്കയിലെ കുടിയേറ്റം 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് തദ്ദേശീയരായ ജനങ്ങളെ ഇന്ത്യക്കാർ എന്ന് വിളിച്ചു. അപ്പോൾ കൊളംബസ് അവിടെ ഇന്ത്യയാണെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ചെന്നറിഞ്ഞത്. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളാണ് എന്ന് കരുതി അവരെ ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിൽക്കാലത്ത് റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് 17ാം നൂറ്റാണ്ടിൽ മേഫ്ലവർ എന്ന കപ്പലിൽ അമേരിക്കയിലെത്തിയ
ഒരു വിഭാഗം ഇംഗ്ലീഷുകാരാണ് അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ചത്. അപ്പോൾ കപ്പലിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക, മീഫ്ലവർ എന്ന കപ്പൽ 17-ാം നൂറ്റാണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്നിട്ടാണ് ഇവരെവിടെ എത്തിയത്. അവരാണ് അവിടെ ആദ്യം കോളനികൾ സ്ഥാപിച്ചത്. ഇവർ തീർത്ഥാടക പിതാക്കൾ, അതായത് പിൽഗ്രിം ഫാദേഴ്സ് എന്നറിയപ്പെട്ടു. യൂറോപ്യൻ കുടിയേറ്റം വ്യാപകമായതോടെ റെഡ് ഇന്ത്യക്കാർ ഉൾപ്രദേശങ്ങളിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടു. അവരുടെ ഭൂമിയും ആട്ടിൻപറ്റവും യൂറോപ്പിൽ കവർന്നു. തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നു. മെർക്കന്റിലിസത്തിന്റെ ഭാഗമായ നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അപ്പോൾ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയം മെർക്കന്റിലിസം എന്നറിയപ്പെടുന്നു. മെർക്കന്റിലിസത്തിന്റെ ഭാഗമായ നിരവധി നിയമങ്ങൾ ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പിലാക്കി. അവയാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ മെർക്കന്റിലിസം എന്നത് ഇംഗ്ലീഷുകാർ കോളനികളിൽ നടപ്പാക്കിയ ഒരു നിയമമാണ്, കച്ചവടക്കാർക്ക് വേണ്ടി നടപ്പാക്കിയ ഒരു നിയമമാണ്. അപ്പോൾ അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മെർക്കന്റിലിസം എന്ന് ആലോചിക്കുക. കോളനികളിൽ നിന്നോ കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന് മുദ്ര പതിപ്പിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. 2, കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിക്കണം. കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അപ്പോൾ ഇവർക്ക് കയറ്റുമതി ചെയ്യാൻ, ഉണ്ടാക്കിയ സാധനങ്ങൾ വേറെ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അവർ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ ചുങ്കം നൽകുന്നതാണ്. അപ്പോൾ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇത് നല്ലോണം നോക്കിയൊക്കെ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളിൽ പെടാത്ത ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ട് വരാം. അപ്പോൾ ഇത് നോക്കി വയ്ക്കുക. അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടി. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി ഉണ്ടായത് 1773 ഡിസംബർ 16 ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു. 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. മെർക്കന്റിലിസ്റ്റ് നിയമത്തിലെ വ്യവസ്ഥകൾ അമേരിക്കൻ കോളനി നിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ പ്രസ്ഥാനം വിലയിരുത്തുക, ഇത് നല്ല ഇതാണ്. മെർക്കന്റിലിസ്റ്റ് നിയമം കാരണം തന്നെയാണ് അപ്പോൾ ഈ ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറി പാർത്തവർ തന്നെയാണ് ഈ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നതും ഈ കോളനി കെട്ടി താമസിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ ഈ മാതൃരാജ്യം തന്നെ നികുതി ചുമത്തലും അവർ ഈ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിച്ചപ്പോൾ തന്നെ അവർ ഇംഗ്ലണ്ടിനെതിരെ പോരാടാൻ ഒരുങ്ങിയത്. അപ്പോൾ മെർക്കന്റിലിസ്റ്റ് നിയമമാണ് അമേരിക്കൻ കോളനി നിവാസികളെ മാതൃരാജ്യത്തിനെതിരെ തിരിക്കാൻ പ്രേരിപ്പിച്ചത്. അത് ക്വസ്റ്റ്യൻ വരാം. മാതൃരാജ്യത്തിനെതിരെ പോരാടാൻ കോളനി നിവാസികളെ പ്രേരിപ്പിച്ചത് മെർക്കന്റിലിസ്റ്റ് നിയമമാണ്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടിയാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം. ബോസ്റ്റൺ ടീ പാർട്ടിയിലൂടെയാണ് അവർ 1773 ഡിസംബർ 16 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടിയിലൂടെയാണ് അവർ ആദ്യമായും മാതൃരാജ്യത്തിനെതിരെ ആഞ്ഞടിച്ചത്. അടുത്തത് ഇംഗ്ലീഷുകാരുടെ ചൂഷണ നിയമങ്ങൾക്കെതിരായി പോരാടാൻ ചില ചിന്തകരുടെ ആശയങ്ങൾ കോളനിക്കാർക്ക് പ്രചോദനം നൽകി. ചിന്തകരെയും അവരുടെ ആശയങ്ങളും പരിചയപ്പെടാം. ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹരിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്ക് നൽകിയതാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഇത് ജോൺ ലോക്കിൻ്റെയാണ്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല.
മൗലികാവകാശങ്ങൾ ജോൺ ലോക്ക്. അപ്പോൾ തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നത്. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിനെ ഈ വൻകര വടക്കേ അമേരിക്കയിലെ ദീർഘകാലം കീഴടക്കി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നുള്ള ഇത് തോമസ് പെയിൻ്റെ വാക്കുകളാണ്. അപ്പോൾ നമുക്ക് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന് പറഞ്ഞത് ജെയിംസ് ഓട്ടിസ് ആണ്. പിന്നെ മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല, ജോൺ ലോക്ക്. തോമസ് പെയിൻ ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല, തോമസ് പെയിൻ്റെ വാക്കുകൾ. അടുത്തത് വൻകര ഒന്നാകെ സമ്മേളിക്കുന്നു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നു. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. അപ്പോൾ വൻകര ഒന്നാകെ സമ്മേളിക്കുകയാണ് ഇതിനെ ചെയ്തത്. കോണ്ടിനെൻ്റൽ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായി ജോർജിയ ഒഴികെയുള്ള കോളനികളിലെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. അപ്പോൾ ഇവർ സമ്മേളിച്ചത് 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽഫിയയിലായിരുന്നു. ഇതിൽ പങ്കെടുക്കാതിരുന്ന കോളനി ജോർജിയയാണ്. തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി. എന്നാൽ രാജാവ് ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിന് വഴിതെളിച്ചു. 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തിരഞ്ഞെടുത്തു. ഈ സമയം തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ് നൽകിയിട്ടുള്ളത്. ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇതിൽ പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ സൃഷ്ടാവ് എല്ലാവർക്കും ഒഴിവാക്കാനാകാത്ത ചില അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ജീവിതം, സ്വാതന്ത്ര്യം, ജീവിത സൗഖ്യം എന്നിവയ്ക്കുള്ള അവകാശങ്ങൾ അവയിൽ ഉൾപ്പെടുന്നവയാണ്. ഈ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഭരിക്കുന്നവരുടെ അംഗീകാരം ലഭിച്ച ഭരണകൂടങ്ങൾ രൂപീകരിക്കപ്പെടണം. ഏതെങ്കിലും ഭരണം ഈ ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്ന തരത്തിലാവുകയാണെങ്കിൽ അതിനെ മാറ്റുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു വരിയാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പ്രഖ്യാപനത്തിൽ കണ്ടെത്തുന്നത്? എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട്, അതിന് ആ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ പറ്റിയ ഭരണകൂടമാണ് എല്ലാവർക്കും രൂപീകരിക്കപ്പെടുകയാണ് ആവശ്യം എന്നൊക്കെയാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ പറയുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4. ഈ ജൂലൈ 4 ഇന്നും അമേരിക്ക സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോൾ ഒന്നാം കോണ്ടിനെൻ്റൽ വൻകര ഒന്നാകെ സമ്മേളിച്ചത് 1774 ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നു. ഇതിൽ ജോർജിയ എന്ന കോളനി പങ്കെടുത്തില്ല. അടുത്തത് 1775 ഫിലാഡൽഫിയയിൽ വെച്ച് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ഇതിനെതിരെ ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകിയെങ്കിലും ജനങ്ങളെ അടിച്ചമർത്താനായി സൈന്യത്തെ അയച്ചു. ഇവർ ഇംഗ്ലണ്ടിൽ പിന്നെ വീണ്ടും അവർ 1775 ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിലും ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുത്തു. ഈ സമയമാണ് തോമസ് പെയിൻ തൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയുടെ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ കോമൺ സെൻസ് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് തോമസ് പെയിൻ ആണ്. തോമസ് പെയിൻ്റെ മറ്റ് വരികൾ നേരത്തെ വരികൾ കണ്ടിരുന്നു. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കി കഴിയണമെന്ന് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ തോമസ് പെയിനാണ്. തോമസ് പെയിനിൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലാണ് ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർവമായ പ്രവൃത്തിയെന്ന് പ്രഖ്യാപിച്ചത്. തോമസ് പെയിനിൻ്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെയാണ്. അപ്പോൾ 1776 ജൂലൈ 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത്. തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. എല്ലാ മനുഷ്യരും തുല്യരായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്നതാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ തുടക്കം.
അപ്പോൾ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചു. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. പുതിയ ഭരണഘടനാ പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു. അത് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം 1781 അവസാനിച്ചത്. 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഉണ്ടായെങ്കിലും 1781 ഈ യുദ്ധം അവസാനിപ്പിച്ചത്. 1783 പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. 1783 പാരീസ് ഉടമ്പടിയാണ് പ്രകാരമാണ് ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത്. തുടർന്ന് ഫിലാഡൽഫിയയിൽ ചേർന്ന ഭരണഘടനാ സമ്മേളനം ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കി. അപ്പോൾ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിലാണ് അമേരിക്കയ്ക്ക് ഭരണഘടന തയ്യാറാക്കിയത്. പുതിയ ഭരണഘടന പ്രകാരം രൂപീകരിക്കപ്പെട്ട അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി മാറിയത് ജോർജ് വാഷിംഗ്ടൺ ആണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ച വിവിധ സംഭവങ്ങൾ ഉൾക്കൊള്ളിച്ച ഒരു ഫ്ലോചാർട്ട്. അപ്പോൾ അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ആദ്യം ബോസ്റ്റൺ ടീ പാർട്ടി. 1773 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടിയാണ് എല്ലാ സംഭവങ്ങൾക്കും തുടക്കം കുറിച്ചത്. 1773 ഡിസംബർ 16 നടന്ന ബോസ്റ്റൺ ടീ പാർട്ടി. അതിനുശേഷമാണ് അവർ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചതും. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അത് കഴിഞ്ഞ് 1781 യുദ്ധം അവസാനിക്കലും 1783 പാരീസ് ഉടമ്പടിയും എല്ലാം പ്രകാരമാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നത്. അപ്പോൾ അമേരിക്കയ്ക്കായി ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ ആണ്. അമേരിക്കയിൽ നിലവിലിരുന്ന വ്യവസ്ഥയെ മാറ്റിമറിക്കാൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. പിൽക്കാല ലോക ചരിത്രത്തിൽ ഇത് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയത് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് അമേരിക്കയാണ്. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയത് അമേരിക്കയാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയതും അമേരിക്കയാണ്. അപ്പോൾ പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക. കാരണം ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോക ചരിത്രത്തിൽ ഉണ്ടായ ശ്രദ്ധേയമായ മാറ്റങ്ങളിൽ ഉൾപ്പെടാത്ത ഏതൊക്കെയും പ്രിസൈസ് സ്റ്റേറ്റ്മെൻറ്റ്സും തെറ്റായിട്ട് കൊടുത്തിട്ടൊക്കെ വരാം. അപ്പോൾ ഇത് ഓർത്തിരിക്കും. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകിയത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വെച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയതും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിന് ഇവിടെ കുറച്ച് കോട്ട്സ് ഒക്കെ മറ്റും അതിനുള്ളിൽ ഇവിടെ വേഴ്സായി കൊട്ടാരം കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് അധികാര പ്രദേശമാണ്, ഫ്രഞ്ചിൻ്റെ അധികാര കേന്ദ്രമാണ് വേഴ്സായി കൊട്ടാരം. അപ്പോൾ ഇവിടെ ഫ്രഞ്ച് ഭരണാധികാരികൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കോട്ട്സാണ്. ഞാനാണ് രാഷ്ട്രം. രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ലൂയി 14 വാക്കുകളാണിത്. എനിക്ക് ശേഷം പ്രളയം. ലൂയി 15 വാക്കുകളാണിത്. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നൂടെ. മേരി അന്റോണിയറ്റിൻ്റെ വാക്കുകളാണിത്. ലൂയി 16 പത്നിയാണ് മേരി അന്റോണിയറ്റ്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായി കൊട്ടാരത്തിൻ്റെ ചിത്രവുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങളാണ് കാണുന്നത്. ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത്. ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണ സമ്പ്രദായത്തിന് കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? ചുവടെ തന്നിട്ടുള്ള വരികൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. ഫ്രാൻസിൽ 10-ൽ 9 പേരും പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ 10ാമത്തെയാൾ ദഹനക്കേട്, അജീർണം ബാധിച്ചാണ് മരിച്ചത്. ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും യുദ്ധത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഫ്രാൻസിൽ നിലനിന്ന സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചാർട്ടിൽ നിന്ന് കണ്ടെത്താനുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന് ഇത് കോഴ്സ് എക്സാം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്നത് രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്. അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് ലൂയി 14 വാക്കുകളാണ്.
എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്നത് മേരി ആൻറ്റോയിനറ്റിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഏകാധിപത്യ ഭരണമാണ് ഫ്രാൻസിൽ നിലനിന്നിരുന്നത്. അത് ഫ്രഞ്ച് സമൂഹത്തിന് 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. അപ്പോൾ 3 എസ്റ്റേറ്റുകളായി തിരിച്ചിരുന്നു. ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരുടെ ആയിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ. മൂന്നാമത്തെ എസ്റ്റേറ്റ് പറയുന്നത് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലുകാർ എന്നടങ്ങിയ വേർതിരിവ്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചു. കർഷകരിൽ നിന്ന് തിദേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. പിന്നെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി. കർഷകരിൽ പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റ് അവർ ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം. താഴ്ന്ന സാമൂഹിക പദവി പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി. ഈ ഒരു പുരോഹിതന്മാർക്ക് നൽകിയിരുന്ന നികുതിയാണ് തിദേ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പം സർക്കാരിന് നൽകിയിരുന്നത് തൈലെ എന്ന പേരിൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പുരോഹിതന്മാർക്ക് നൽകുന്നത് പുരോഹിതൻ തിദേ, രണ്ടിലും ത വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഓർത്ത് വയ്ക്കാം. പുരോഹിതന്മാർക്ക് നൽകിയിരുന്നത് തിദേ, ഭൂനികുതി സർക്കാരിന് നൽകുന്നത് തൈലെ. സർക്കാരിന് ഭൂനികുതിയായി കൊടുക്കുന്നത് നിലത്തിനാണ് നികുതി. അപ്പോൾ നിലത്തിന് തൈലെ, നിലം. പുരോഹിതന്മാർ എന്നുള്ളത് തിദേ, പുരോഹിതൻ താ വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശം കൈവച്ചു. കർഷകരിൽ നിന്ന് തിദേ എന്ന പേരിലുള്ള നികുതി പിരിച്ചു. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു. രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ സൈനിക സേവനം നടത്തി. കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു. നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. ആഡംബര ജീവിതം നയിച്ചു. വിശാലമായ ഭൂപ്രദേശം കൈവച്ചു. മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകർ, കൈത്തൊഴിലുകൾ എന്നറിയ ഏറ്റവും താഴ്ന്ന വർഗവും മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നതാണ്. ഇവരെ ഭരണത്തിൽ ഒരു അവകാശവും ഉണ്ടായിരുന്നില്ല. തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകിയിരുന്നു. താഴ്ന്ന സാമൂഹിക പദവിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം. അപ്പോൾ ഫ്രാൻസിൽ ഉയർന്ന സാമൂഹിക പദവിയും അവകാശങ്ങളും ആഡംബര ജീവിതവും നയിച്ചത് പുരോഹിതന്മാരും പ്രഭുക്കന്മാരുമായിരുന്നു. ഏറ്റവും കൂടുതൽ ജനവിഭാഗങ്ങൾ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പത്ത് കൈവശപ്പെടുത്തിയത് പുരോഹിതന്മാരും പ്രഭുക്കന്മാരൊക്കെ ജനങ്ങളെ ചൂഷണം ചെയ്ത് സമ്പത്ത് കൈവശപ്പെടുത്തിയിരുന്നു. ഈ വ്യവസ്ഥ മാറണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നതും. അടുത്തത് ആശയങ്ങൾ പ്രചോദനമേകുന്നു. ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു. അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും സംഭാവനകളെയും പരിചയപ്പെടാം. വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. അപ്പോൾ റൂസോന്റെ വേർഡ്സാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവന. അടുത്തത് മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. അപ്പോൾ മൊണ്ടസ്ക്യൂ ആണ് ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ച വ്യക്തി. മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചത് മൊണ്ടസ്ക്യൂ ആണ്. അപ്പോൾ വോൾട്ടയർ, റൂസോ, മൊണ്ടസ്ക്യൂ എന്നിവരാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമേകിയ ചിന്തകര്. അപ്പോൾ വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോ ആണ്. മൊണ്ടസ്ക്യൂ ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. അടുത്തത് മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു. ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. അപ്പോൾ ഫ്രാൻസ് ഭരിച്ചിരുന്ന രാജാക്കന്മാരാണ് ബൂർബൻ രാജാക്കന്മാർ. ബൂർബൻ രാജാക്കന്മാർ, പുരോഹിതർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം, ധൂർത്ത്, യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി.
അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. അപ്പോൾ 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട 3ാമത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം. വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവെ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടു. തുടർന്നുള്ള സംഭവങ്ങൾ താഴെ നോക്കാം. അപ്പോൾ ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാരും പുരോഹിതന്മാരും പ്രഭുക്കന്മാരും തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതത്തിലെയും യുദ്ധങ്ങളുടെയും കൃഷിനാശത്തിൻ്റെയും ഒക്കെ ഫലമായിട്ട് ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായപ്പോഴാണ് 1789 നികുതി ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതി ചുമത്തി അവർക്ക് ആഡംബര ജീവിതം നയിക്കാനുള്ള പണം ഇനിയും കിട്ടുമെന്ന് വിചാരിച്ച് 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത്. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. അപ്പോൾ 3 എസ്റ്റേറ്റിലും ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട്. ആദ്യത്തെ എസ്റ്റേറ്റ് പുരോഹിതന്മാരും, രണ്ടാമത്തേത് പ്രഭുക്കന്മാരും, മൂന്നാമത്തേത് കോമൺസ് എന്നറിയപ്പെടുന്ന സാധാരണക്കാരുമാണ്. അപ്പോൾ ഈ ഓരോ ആൾക്കും ഓരോ വ്യക്തിക്കും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു ഈ 3ാമത്തെ എസ്റ്റേറ്റിലുള്ളവർ ആവശ്യപ്പെട്ടത്. കാരണം അവരുടെ എസ്റ്റേറ്റിലാണ് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ എസ്റ്റേറ്റിലും ആൾക്കാരുടെ എണ്ണം പറയുന്നുണ്ട്. 1ാമത്തെ എസ്റ്റേറ്റിൽ 285 പേരും, 2ാമത്തെ എസ്റ്റേറ്റിൽ 308 പേരും, 3ാമത്തെ എസ്റ്റേറ്റിൽ 621 പേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 1ാമത്തെ എസ്റ്റേറ്റും 2ാമത്തെ എസ്റ്റേറ്റും കൂടിച്ചേരുന്നതിനേക്കാളും അധികം എണ്ണം ആളുകൾ 3ാമത്തെ എസ്റ്റേറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അംഗങ്ങൾക്കുള്ള വോട്ട് നൽകാൻ 1ാമത്തെ എസ്റ്റേറ്റും 2ാമത്തെ എസ്റ്റേറ്റും തയ്യാറായില്ല. വോട്ട് ചെയ്യുന്നതിൽ തർക്കം തുടരവേ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ച് അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഫ്രാൻസിനായിട്ട് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. തുടർന്നുള്ള സംഭവങ്ങളാണ് നമുക്ക് നോക്കാം. അപ്പോൾ 1ാമത്തെ എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന ആൾക്കാർ 285, 2ാമത്തെ എസ്റ്റേറ്റിൽ 308, 3ാമത്തെ എസ്റ്റേറ്റിൽ 621. അപ്പോൾ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കിയിരുന്നു. അപ്പോൾ 1789 ജൂലൈ 14 സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ്. ഈ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് വിപ്ലവകാരികൾ ബൂർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തത്. ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കിയിരുന്നു. അപ്പോൾ 1789 ജൂലൈ 14 ഫ്രഞ്ച് വിപ്ലവം ആരംഭിച്ചത്. 1789 ആഗസ്റ്റ് 12 ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കി. 1789 ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി. 1792 സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. അപ്പോൾ 1792 സെപ്റ്റംബറിലാണ് പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിച്ചത്. ഭീകരവാഴ്ച. അടുത്തത് 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മിറാബോ, ഡാന്റൺ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയായി. ലൂയി 16 ഭാര്യ മേരി ആന്റോയിനേറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു. അവസാനം റോബിസ്പിയറും ഗില്ലറ്റിന് ഇരയായി. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെട്ടു. അപ്പോൾ ഗില്ലറ്റിൻ എന്ന് പറഞ്ഞൊരു യന്ത്രം കൊണ്ട് എല്ലാവരെയും നിഷ്കരണം വധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 1789 നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് അവിടുത്തെ ഭരണാധികാരിയായിരുന്നത് ലൂയി 16 അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരി ആന്റോയിനേറ്റ്. അപ്പോൾ അവരും ഈ ഗില്ലറ്റിന് ഇരയാവുകയാണ് ചെയ്തത്. 1791 റോബിസ്പിയറിൻ്റെ നേതൃത്വത്തിലാണ് ഇത് തുടങ്ങിയതെങ്കിലും റോബിസ്പിയറും ഈ ഗില്ലറ്റിന് ഇരയാവുകയാണ് ഉണ്ടായത്. 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്.
ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക്. ഫ്രാൻസ് സുമിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന മെറ്റേണിക് പറഞ്ഞ അഭിപ്രായമാണിത്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്? മെറ്റേണിക്കാണ് ഫ്രാൻസ് സുമിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എല്ലായിടത്തും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം. അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു. രാജ്യമെന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവമാണ്. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി. മധ്യവർഗത്തിന്റെ വളർച്ചയെ സഹായിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചാരണം. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. അപ്പോൾ ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്തെ സ്വാതന്ത്ര്യത്തിന്റെ മരം, ട്രീ ഓഫ് ലിബർട്ടി, നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ചില ഭാഗങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇത് വായിച്ച ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ലക്ഷ്യങ്ങളും മുദ്രാവാക്യങ്ങളും ഇതിൽ എത്രമാത്രം പ്രതിഫലിക്കുന്നു ചർച്ച ചെയ്യുക. അപ്പോൾ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത്. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എല്ലാ തുല്യ അവകാശങ്ങളുടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കൽ എന്നിവയ്ക്കുള്ള അവകാശമാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം. റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ റൂസോയാണ് മനുഷ്യാവകാശ റൂസോയുടെ ആശയങ്ങളാണ് ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പോൾ സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. റൂസോ എന്ന് നമുക്ക് ഉത്തരം പറയാം. നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചത് നെപ്പോളിയനായിരുന്നു. 1799 അദ്ദേഹം ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തു. ഒരു ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത്. അവ ഏതെല്ലാമായിരുന്നു എന്ന് നോക്കാം. നെപ്പോളിയൻ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. അപ്പോൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി.
സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. ഇതൊക്കെയാണ് നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. അപ്പോൾ ഇതൊക്കെ നോക്കാം. ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് വരാം. നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിലാകമാനം വ്യാപിപ്പിക്കുമോ എന്ന് മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു. നെപ്പോളിയനെയല്ല, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത്. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു. അപ്പോൾ 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യസൈന്യത്തോട് പരാജയപ്പെട്ടിട്ട് നെപ്പോളിയന് ഫ്രാൻസിനും എല്ലാ അധികാരം നഷ്ടപ്പെട്ടു. അങ്ങനെ ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത എന്നിവ. ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ആശയങ്ങളാണ് മധ്യവർഗത്തിൻ്റെ ഉയർച്ച, ഫ്യൂഡലിസത്തിൻ്റെ അന്ത്യം, ദേശീയത എന്നിവ. നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിതയുണ്ടാക്കി. അപ്പോൾ ഇതൊക്കെയാണ് നെപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ. അടുത്തത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഇവിടെ ഒരു കോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിൻ്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയത് ഇവിടെയാണ്. ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ്ണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടത് ഇവിടെയാണ്. കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പു തുന്നുവാൻ. മാച്ചു പിക്ചു, നീ കുഴിച്ചുമൂടിയ അടിമയെ എനിക്ക് തരൂ. മാച്ചു പിക്ചുവിൻ്റെ ഉയരങ്ങൾ. പാബ്ലോ നെരൂദ. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിക്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. ഈ വിവരണത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? വിഭവങ്ങളുടെ സമൃദ്ധി. ചോളകൃഷി ഉണ്ടായിരുന്നു. ചെമ്മരി ആടുകളെ വളർത്തിയിരുന്നു. വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. അപ്പോൾ വിഭവങ്ങളുടെ സമൃദ്ധി, ചോളകൃഷി ഉണ്ടായിരുന്നു, ചെമ്മരി ആടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചത്? സ്പെയിൻകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാണ്ട, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. അപ്പോൾ പോർച്ചുഗീസും സ്പാനിഷുമാണ് ലാറ്റിൻ അമേരിക്കൻ കോളനികൾ കോളനി ഭരണം ചെയ്യുന്നത്. ലാറ്റിൻ അമേരിക്കനെ കോളനി ഭരണത്തിലേക്ക് നയിച്ചത്. അവിടെ എല്ലാ തരത്തിലും അവരെ ചൂഷണം ചെയ്തു. അതിനെതിരെ ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ ഡി മിറാണ്ട, സൈമൺ ബൊളിവർ എന്നിവരാണ് ലാറ്റിൻ അമേരിക്കൻ യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് സ്വതന്ത്രമാവാൻ തുടങ്ങിയത്. റഷ്യൻ വിപ്ലവം. ഞങ്ങൾ തൊഴിലാളികളാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് ഞങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേസമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിന് വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്ക് വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്കവണ്ണമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപാദനോപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും. മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരൻ്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ വാക്കുകളാണിത്. അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാൻ കഴിയും. അന്നത്തെ റഷ്യൻ സമൂഹത്തെപ്പറ്റി ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം, എല്ലാവരും അധ്വാനിക്കണം തുടങ്ങി ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിനു കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു.
അപ്പോൾ റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. അവരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. റഷ്യയുടെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപ്പാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായിരുന്നു. ഈ ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായിക ഉൽപ്പാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളാണ് നിയന്ത്രിച്ചിരുന്നത്. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണം റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനമേകി. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനോവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. 1905 നടന്ന റഷ്യൻ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ ദിവസം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു. സമരം ശക്തമായതിനെ തുടർന്ന് ഡ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ഡ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8 ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവുവീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങൾ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിൽ സംഭവിച്ചത്. റഷ്യൻ വിപ്ലവത്തിന് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ. റഷ്യൻ ചലച്ചിത്ര സംവിധായകൻ സെർഗി ഐസൻസ്റ്റീൻ സംവിധാനം ചെയ്ത വിഖ്യാത ചലച്ചിത്രം സർ ചക്രവർത്തിമാരുടെ ഭരണകാലഘട്ടത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ് ഈ നിശബ്ദ സിനിമ രൂപം കൊണ്ടത്. കരിങ്കടലിലെ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടൻകിനിൽ അസംതൃപ്തരായ നാവികർ നടത്തിയ കലാപം ഒരു രാഷ്ട്രീയ സമരമായി പരിണമിച്ചതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ ചലച്ചിത്രം. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ചലച്ചിത്രം സംവിധാനം ചെയ്തതും സെർഗി ഐസൻസ്റ്റീൻ ആണ്. വിഖ്യാത ചലച്ചിത്രം സർ ചക്രവർത്തിമാരുടെ ഭരണകാലത്തിലെ ഒരു യഥാർത്ഥ സംഭവത്തെ അധികരിച്ചാണ്. ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകിൻ എന്ന ഒരു സിനിമ. അപ്പോൾ തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനോവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിന് ആശയങ്ങൾ പകർന്ന സാഹിത്യകാരന്മാർ ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് എന്നിവരാണ്. അതുകൂടാതെ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങളും തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപ്പാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ എന്നും ബോൾഷെവിക്കുകൾ എന്നും രണ്ടായി പിരിഞ്ഞു. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെ മാക്സിം ഗോർക്കി 1905 നടന്ന ഒരു റഷ്യ-ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. 100 കണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. അപ്പോൾ 1905 ജനുവരി 9 പെട്രോഗ്രാഡ് നഗരത്തിൽ ഒരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിനെതിരെ പട്ടാളം വെടിവെച്ചു. അപ്പോൾ ഈ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്നത്.
സമരങ്ങൾ നടത്താനായി ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെടുന്നു. അങ്ങനെ തൊഴിലാളി സംഘടനകളിൽ റഷ്യയിൽ സ്ഥാപിച്ച തൊഴിലാളി സംഘടനകളാണ് സോവിയറ്റുകൾ എന്നറിയപ്പെട്ടത്. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. 1914 ഒന്നാം ലോകയുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആയപ്പോഴേക്കും ഭക്ഷ്യദൗർലഭ്യം രൂക്ഷമായി. മാർച്ച് 8-ന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവു വീഥികളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം ഈ പ്രകടനങ്ങളെ നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. ഒന്നാം ലോക യുദ്ധത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതങ്ങളാണ് സൈനികരെ പ്രധാനമായും ഇതിന് പ്രേരിപ്പിച്ചത്. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം അന്താരാഷ്ട്ര കലണ്ടറും റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാണ് മാർച്ചിൽ നടന്ന വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഇവിടെ മാർക്സിസം പറഞ്ഞിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. കോൾ മാർക്സും ഫെഡറിക് എംഗൽസും ചേർന്ന് രൂപം നൽകിയ ആശയ സംഹിതയാണ് മാർക്സിസം. ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉൽപാദന ബന്ധങ്ങളാണ് ആ സമൂഹത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്നതാണ് ഇതിലെ പ്രധാന ആശയം. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളാണെന്നും അതിനാൽ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യത്തിനായി പ്രവർത്തിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. അപ്പോൾ മാർക്സിസം എന്ന ആശയം കൊണ്ടുവന്നത് കാൾ മാർക്സും ഫെഡറിക് എംഗൽസുമാണ്. അപ്പോൾ തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം എന്നാണ് അവർ ആഹ്വാനം ചെയ്തത്. റഷ്യയിൽ അപ്പോൾ അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലാണ് ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നത്. താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകളിൽ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നോക്കാവസ്ഥയും ജനങ്ങൾക്കിടയിലെ അസമത്വവും ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ബോൾഷെവിക്കുകൾ പ്രഖ്യാപിച്ചു. അതിനായി അവർ ചില ആശയങ്ങൾ ഉന്നയിച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക, പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യുക, ഫാക്ടറികൾ ജനങ്ങളുടെ പൊതുസ്വത്താക്കി മാറ്റുക. 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരായി സായുധ കലാപം ആരംഭിച്ചു. കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നു. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ പരിശോധിക്കാം. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കുകയും ചെയ്തു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇത്. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറി. ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു. പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടിച്ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. അപ്പോൾ ഇതൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ച് പറയുന്നത്. അടുത്തത് ചൈനീസ് വിപ്ലവം. വിദേശാധിപത്യത്തിനും രാജവാഴ്ചയ്ക്കും എതിരായ വിപ്ലവങ്ങൾക്ക് 20-ാം നൂറ്റാണ്ടിൽ ചൈന സാക്ഷ്യം വഹിച്ചു. ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നടപ്പിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ 2 നയങ്ങൾ യൂറോപ്യൻ രാഷ്ട്രങ്ങളും അമേരിക്കയും ഉൾപ്പെട്ട കൊളോണിയൽ ശക്തികൾ ചൈനയിൽ സ്വീകരിച്ചു. അവ കറുപ്പ് വ്യാപാരവും തുറന്നവാതിൽ നയവുമായിരുന്നു. അവ എന്താണെന്ന് നോക്കാം. കറുപ്പ് വ്യാപാരം. ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നു. ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടി. എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിച്ചു. ഇത് പരിഹരിക്കാനായി ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായി കറുപ്പ് ഇറക്കുമതി ചെയ്തു. ഇത് ചൈനയുടെ വ്യാപാരത്തെയും ഇതിന്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. അപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങളായ പട്ട്, തേയില, മൺപാത്രങ്ങൾ എന്നിവയ്ക്ക് യൂറോപ്പിൽ വളരെയധികം ജനപ്രീതി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇവയുടെ കയറ്റുമതിയിലൂടെ ചൈന വൻതോതിൽ ലാഭം നേടുകയും എന്നാൽ ചൈനയിലേക്ക് ഇറക്കുമതി ഇല്ലാതിരുന്നതിനാൽ യൂറോപ്യൻ വ്യാപാരികൾക്ക് നഷ്ടം സംഭവിക്കും. ഇത് പരിഹരിക്കാനായിട്ടാണ് ഇംഗ്ലീഷ് വ്യാപാരികൾ ചൈനയിലേക്ക് ലഹരി പദാർത്ഥമായ കറുപ്പ് ഇറക്കുമതി ചെയ്യുന്നത്.
ഇത് ചൈനയുടെ വ്യാപാരത്തെയും അതിൻ്റെ ഉപയോഗം ചൈനീസ് ജനതയുടെ മാനസിക നിലയെയും പ്രതികൂലമായി ബാധിച്ചു. ഇതോടെ സാമ്പത്തികമായും മാനസികമായും ചൈനക്കാർ അടിമത്തത്തിലായി. തുറന്ന വാതിൽ നയം. 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോൾ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നിയമം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. അപ്പോൾ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ചത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേയാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനമാകുമ്പോഴാണ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യങ്ങൾ കരസ്ഥമാക്കി. എന്നാൽ ഈ സമയത്ത് ചൈനയിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിച്ചില്ല. ഇത് തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം. ഈ നയം അനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു. ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലകളായി വിഭജിക്കപ്പെട്ടു. അമേരിക്കയ്ക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം. കൊളോണിയൽ ശക്തികൾ ചൈനയിൽ നടപ്പാക്കിയ നയങ്ങൾ മറ്റു കോളനികൾ നടപ്പാക്കിയ നയങ്ങളുമായി താരതമ്യം ചെയ്യുക. ചൈന ഭരിച്ചിരുന്ന മഞ്ചു രാജവംശം വിദേശ ഇടപെടലിനും ആധിപത്യത്തിനും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ചില രഹസ്യ സംഘടനകൾ ഇതിനെതിരെ 1900 കലാപം സംഘടിപ്പിച്ചു. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അവരുടെ മുദ്ര. ഇത് ബോക്സർ കലാപം എന്നറിയപ്പെടുന്നു. പരാജയപ്പെട്ടെങ്കിലും പിൽക്കാല വിപ്ലവങ്ങൾക്ക് ബോക്സർ കലാപം ശക്തി പകർന്നു. അപ്പോൾ 1900 ബോക്സർ കലാപം ഉണ്ടായത്. 1911 ഡോക്ടർ സൻ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നു. ഇത് ചൈനയിൽ രാജവാഴ്ചയ്ക്ക് അന്ത്യം കുറിച്ചു. തുടർന്ന് ദക്ഷിണ ചൈനയിൽ സൻ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. സൻ യാറ്റ് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകി. സൻ യാറ്റ് സെൻ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത്. സൻ യാറ്റ് സെന്നിന്റെ ആശയങ്ങളാണ്: ദേശീയത, മഞ്ചൂറിയൻ പ്രദേശക്കാരായ മഞ്ചു രാജവംശത്തെയും സാമ്രാജ്യത്വ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക. സോഷ്യലിസം, മൂലധനത്തെ നിയന്ത്രിക്കുകയും ഭൂമി തുല്യമായി വിതരണം നടത്തുകയും ചെയ്യുക എന്നിവയായിരുന്നു സൻ യാറ്റ് സെന്നിന്റെ ആശയങ്ങൾ. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ 3 ആശയങ്ങൾക്കാണ് സൻ യാറ്റ് സെൻ നേതൃത്വം നൽകിയത്. 1911 ഡോക്ടർ സൻ യാറ്റ് സെന്നിന്റെ നേതൃത്വത്തിൽ മഞ്ചു രാജഭരണത്തിനെതിരായി ചൈനയിൽ വിപ്ലവം നടന്നത്. ചൈനയിലെ കുമിങ്താങ് പാർട്ടി സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. സൻ യാറ്റ് സെന്നിന്റെ ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടാണ് ഭരണം നടത്തിയത്. പടിഞ്ഞാറൻ രാഷ്ട്രങ്ങളുമായി സമത്വം വേണമെന്ന് ആവശ്യപ്പെട്ട സൻ യാറ്റ് സെൻ ചൈനയുമായി വിദേശികൾ ഒപ്പിട്ട അന്യായമായ ഉടമ്പടികൾ റദ്ദാക്കാൻ തീരുമാനിച്ചു. കൃഷിയുടെയും വ്യവസായത്തിന്റെയും പുരോഗതിക്ക് ആവശ്യമായ നടപടികൾ കുമിന്താങ് റിപ്പബ്ലിക് സ്വീകരിച്ചു. റഷ്യയുടെ സഹായം വിവിധ മേഖലകളിൽ ചൈനയ്ക്ക് ലഭിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാവുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ കുമിന്താങ്ങുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിൽ സഹകരിച്ചാണ് മുന്നോട്ട് പോയത്. എന്നാൽ സൻ യാറ്റ് സെന്നിന്റെ മരണത്തെ തുടർന്ന് ചിയാങ് കൈഷക് ഭരണത്തിന് തലവനായി വന്നതോടെ ഈ സഹകരണം ഇല്ലാതായി. വിദേശാധിപത്യത്തിൽ നിന്നും രാജവാഴ്ചയിൽ നിന്നും മോചനം നേടുന്നതിന് 1915 ചൈനീസ് വിപ്ലവത്തിന് സാധിച്ചു. റിപ്പബ്ലിക് ജനകീയമാവുന്നു. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്ക അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകൾ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായി നേരിട്ടു. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി മാവോ സേ തുങ് ഉയർന്നു വന്നു. 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ ഹിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ ഈ യാത്ര വടക്കു പടിഞ്ഞാറ് യെനാനിൽ അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. തൽഫലമായി വിദേശാധിപത്യത്തിനെതിരായി ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റുകളും മാവോ സേ തുങ് മാറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക് ആയി മാറി. ചിയാങ് കൈഷക് ചൈനയിൽ സൈനിക ഏകാധിപത്യ ഭരണത്തിന് തുടക്കം കുറിച്ചു. കമ്മ്യൂണിസ്റ്റുകളുമായുള്ള സഹകരണം ഉപേക്ഷിച്ച് അദ്ദേഹം അമേരിക്കയെ അടക്കമുള്ള വിദേശ ശക്തികൾക്ക് ചൈനയിൽ യഥേഷ്ടം ഇടപെടാൻ അവസരമൊരുക്കി. അവ ചൈനയുടെ കൽക്കരി, ഇരുമ്പ് വ്യവസായങ്ങൾ, ബാങ്കിംഗ്, വിദേശ വ്യാപാരം തുടങ്ങിയ മേഖലകളെല്ലാം നിയന്ത്രിച്ചിരുന്നത് വിദേശ രാജ്യങ്ങളായിരുന്നു. ചിയാങ് കൈഷക്കിന്റെ നയങ്ങളെ കമ്മ്യൂണിസ്റ്റുകളെ എതിർത്തതിനെ തുടർന്ന് അവരെ ക്രൂരമായിട്ടാണ് അദ്ദേഹം നേരിട്ടത്. ഈ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് വന്നത് മാവോ സേ തുങ് ഉയർന്നു വന്നു. അദ്ദേഹം 1934 കമ്മ്യൂണിസ്റ്റുകൾ മാവോയുടെ നേതൃത്വത്തിൽ തെക്കൻ ചൈനയിലെ ഹിയാങ്സിയിൽ നിന്നിട്ട് ഒരു യാത്ര ആരംഭിച്ചു.
ഈ യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. അപ്പോൾ 1934 മാവോ സേ തുങ് ആരംഭിച്ച യാത്രയാണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. തെക്കൻ ചൈനയിലെ കിയാങ്സിയിൽ നിന്ന് ഒരു യാത്ര ആരംഭിച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള അതിസാഹസികമായ യാത്ര വടക്ക് പടിഞ്ഞാറ് യെനാനിൽ അവസാനിച്ചു. യാത്രയിലുടനീളം ധാരാളം കൃഷിഭൂമിയും അനേകം ഗ്രാമങ്ങളും പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചെടുത്ത് കർഷകർക്ക് നൽകി. ഏകദേശം 12,000 കിലോമീറ്റർ സഞ്ചരിച്ച ഈ യാത്ര ആണ് ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത്. തൽഫലമായി വിദേശാധിപത്യത്തിനെതിരായി ചൈനീസ് ജനതയുടെ പോരാട്ടത്തിന്റെ പ്രതീകമായിട്ട് കമ്മ്യൂണിസ്റ്റുകളും മാവോസേ തുങ്ങും മാറി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ചുവപ്പ് സേന കുമിന്താങ് ഭരണത്തിന്റെ കേന്ദ്രം കൈക്കലാക്കിയതിനെ തുടർന്ന് ചിയാങ് കൈഷക്ക് തായ്വാനിൽ രാഷ്ട്രീയ അഭയം തേടി. 1949 ഒക്ടോബർ 1 ചൈന മാവോസേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ജനകീയ ചൈന റിപ്പബ്ലിക്കായി മാറുകയും ചെയ്തു. ജനകീയ റിപ്പബ്ലിക് ആക്കുന്നതിന് മാവോയിസ്റ്റ് വഹിച്ച പങ്ക് വലുതാണ്. സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ജനത ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ആധുനിക ലോക ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വിപ്ലവകാരികൾ തയ്യാറാക്കിയ പ്രഖ്യാപനങ്ങൾ മനുഷ്യ സമൂഹം കൈവരിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുമായി ഇന്നും നിലനിൽക്കുന്നു. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം കാലഘട്ടങ്ങളും സ്വാധീനിച്ച ആശയങ്ങൾ പ്രധാന ഫലങ്ങളൊക്കെ ബോക്സ് ആക്കാനാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടിലെ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടായിരുന്നു. ജോർജ് വാഷിങ്ടൺ, തോമസ് ജെഫേഴ്സൺ, തോമസ് പെയിൻ എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ. ഫ്രഞ്ച് വിപ്ലവം സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ട് വോൾട്ടിയർ, റുസോ, മൊണ്ടസ്ക്യൂ എന്നിവരുടെ ആശയങ്ങളാണ് ഇതിന് ശക്തി പകർന്നത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരായിട്ടായിരുന്നു. ഫ്രാൻസിസ്കോ മിരാൻഡ, സൈമൺ ബൊളിവർ, ജോസേ ഡി സാൻ മാർട്ടിൻ എന്നിവരായിരുന്നു അതിന് നേതൃത്വം നൽകിയത്. റഷ്യൻ വിപ്ലവം രാജവാഴ്ചയ്ക്കും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും എതിരായിട്ടായിരുന്നു. കെറൻസ്കി, ലെനിൻ, ട്രോട്സ്കി എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ. ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും മഞ്ജു രാജവാഴ്ചയ്ക്കും എതിരായിട്ടായിരുന്നു. സൻ യാത് സെന്നും മാവോസേ തുങ്ങുമൊക്കെയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. മറ്റൊരു SCERT ചാപ്റ്ററുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അതിലേക്കും താങ്ക് യു.